ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയുടെ ഡേ 3 ആണിന്ന്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനൊരു സെയിം തന്നെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ 2 ദിവസം കഴിച്ച സെയിം തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. പിന്നെ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഓവർനൈറ്റ് ഓട്സ് ആണ്. ഇതിനകത്ത് ഞാൻ എല്ലാ ബെറീസും ഇട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബനാന ആപ്പിളും ഇട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ സിനമൺ പൗഡറും പിന്നെ ചിയ സീഡും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, പിന്നെ ഫ്ലാക്സ് സീഡും കൂടി ഇട്ടിട്ടുണ്ട്. അതാണിത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആൽമണ്ട് മിൽക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്കിന്ന് കോളേജിൽ പോകേണ്ട ദിവസമാണ്. സാധാരണ എനിക്ക് ബുധനാഴ്ച 2 ക്ലാസ്സാണ് ഉള്ളത്. ഇന്ന് എനിക്ക് ഉച്ചയ്ക്കത്തെ ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 മണിക്കാണ് ക്ലാസ്. ആ സമയത്ത് നമുക്ക് അവിടെ എത്തണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂർ ട്രാവൽ എന്തായാലും ഉണ്ട്. അപ്പം വീട്ടിൽ നിന്ന് ഇപ്പം നമ്മളൊരു 11 മണിക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. 11:17 നമുക്ക് ബസ്സുള്ളത്. ഇവിടുന്ന് മിൽട്ടൺ കെയ്ൻസിൽ നിന്ന് ഐൽസ്ബറി ബസ് സ്റ്റേഷൻ വരെ ഒരു ബസ്, പിന്നെ അവിടുന്ന് ഹൈവേക്കോ. ചെറിയ കാറ്റുണ്ട്, ചെറിയ മഴയുണ്ട് ഇവിടെ. ഇവിടുത്തെക്കാളും കുറച്ചുകൂടെ കാണുമ്പോൾ മഴയും കൂടുതലായിരിക്കും യൂണിവേഴ്സിറ്റിയുടെ അവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് പോട്ടാം. അതുപോലെ തന്നെ നമുക്കിന്ന് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നല്ല സംശയമുണ്ട് കേട്ടോ. കാരണം എനിക്ക് 2 മണിക്കാണ് ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെന്നിട്ട് ലഞ്ചിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതൊരു 10:30 ആയപ്പോഴാണ്. സോ അതുകൊണ്ട് നമുക്കൊരു 1:30-2 മണി സമയത്തേലും ലഞ്ച് കഴിച്ചാൽ നല്ലതായിരുന്നു. പക്ഷെ അറിയാൻ പറ്റില്ല കേട്ടോ. നമ്മളവിടെ ചെന്നിട്ട് 2 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. പിന്നെ അവിടെ എന്തുണ്ടാവും എന്നുള്ള കാര്യം അറിയത്തില്ല ക്യാൻറ്റീനിൽ. പിന്നെ എനിക്കിപ്പോൾ ഇവിടുന്ന് മിൽട്ടൺ കെയ്ൻസിന് ഹൈവേക്കും വരെ അങ്ങോട്ടും ഇങ്ങോട്ടും 12 പൗണ്ടാണ് ആവുന്നത് കേട്ടോ. അങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തി കേട്ടോ. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. എൻ്റെ ഡ്രസ്സെല്ലാം നല്ലപോലെ നനഞ്ഞു. കുട പിടിച്ചിട്ട് പോലും ഡ്രസ്സ് നനഞ്ഞു, തലയും നനഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ ഷൂ നനഞ്ഞിട്ട്, ഷൂ മാത്രമല്ല അകത്തിട്ട് സോക്സ് വരെ നനഞ്ഞു കേട്ടോ. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ഞാനൊരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള ആൾക്കാരൊന്നും അധികം കുട യൂസ് ചെയ്യുന്നത് കണ്ടില്ല കേട്ടോ. എന്തായാലും അങ്ങനെ നമ്മൾ ബസ് കയറി നമ്മൾ ഐൽസ്ബറിയിലെത്തി. ഇപ്പം മേളിൽ കണ്ട സ്ക്രീനില്ല, അതിൽ നോക്കിയാൽ നമ്മുടെ ബസ്സിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നിന്ന് ബസ് കയറി നമ്മുടെ കോളേജിലെത്തി കേട്ടോ. നേരെ ഞാൻ പോകുന്ന ക്യാൻറ്റീനിലേക്കാണ്. അവിടെ നല്ല സൂപ്പർ വെജിറ്റബിൾ സാലഡാണ് നമ്മൾ കഴിച്ചിരുന്നത് കേട്ടോ. ആ സാലഡ് ഡ്രസ്സിങ് ആണെങ്കിൽ അടിപൊളിയായിരുന്നു. എൻ്റെ ഈ ബൗൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഫില്ലിംഗ് ആയിരുന്നു. എല്ലാ വെജിറ്റബിൾസും അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒട്ടും റഷ് ഇല്ലായിരുന്നു. സ്റ്റുഡൻസൊക്കെ ഭയങ്കര കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു ഓൾറെഡി എല്ലാവരും ഫുഡ് കഴിച്ച് പോയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കുറേ ടോയ്ലറ്റുകൾ, മിക്സ്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റുകളാണ്. ഇതിനു മുമ്പും എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇത് ഇച്ചയുടെ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഞാൻ മേലിട്ടേക്കുന്ന ടോപ്പ് ഒരു ഒലീവ് കളറിലെ ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് തന്നെ അവസാനം നമ്മൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ എഗ് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡ്രസ്സിങ് അടിപൊളിയാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതിയേ.